ഞാനേ പാലക്കാട് പത്തനാപുരത്തുണ്ട്. ഒരു തേങ്ങ ഒഴുകി പോകണുണ്ട. ഇത് പാലക്കാട് പത്തനാപുരം പാലമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു പുള്ളിലെ വൈകിട്ടോടു കൂടി ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന തേങ്ങ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഇതേപോലെ തേങ്ങ പിടിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാ വർഷക്കാലത്തും ഇതേപോലെ ആരെങ്കിലൊക്കെ പെടാറുണ്ട്. തേങ്ങ പിടിക്കാൻ വേണ്ടി ഇറങ്ങും, പെടും. അപ്പോൾ ഇന്ന് ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ എന്തിനും ഏതിനും വിളിപ്പുറത്തെത്തുന്ന ഒരു വ്യക്തിയുണ്ട്, സലീം. പുള്ളി റെസ്ക്യൂ ടീം അംഗമാണ്. പുള്ളി അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിനെ പരിചയപ്പെടുത്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഴക്കാലമാകുമ്പോൾ അനാവശ്യ യാത്രകളൊക്കെ മാറ്റി വെക്കുക. പിന്നെ ഇതേപോലെ സാഹസികത്തിൽ ഏർപ്പെടുന്ന പരിപാടി മാറ്റി നിർത്തുക. കാരണം നിങ്ങളുടെ സ്വന്തം നാടൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള അറിയാവുന്ന പുഴയായിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കില്ല. അങ്ങനെ സംഭവിച്ച കഴിഞ്ഞ ദിവസം. ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, പാലക്കാട് കൊല്ലംകോട് പോണ വഴിക്ക് ഇതേപോലെ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്. ഒരു പുള്ളിയുടെ അവിടെ അപകടത്തിൽപ്പെട്ട് രണ്ടും മരണപ്പെട്ടു. അപ്പം ഇന്നത്തെ വിശേഷം സലീമിനെ കുറിച്ചാണ്. ഞാനിപ്പോഴേ ഇന്നലെ സർക്കാർ സംവിധാനത്തോടെ മഴയൊക്കെ ആണല്ലോ, മഴക്കെടുതിയാണ്. വളരെ വെള്ളങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കൂടുന്നൊരു സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ പരക്കാട്ടാവ് ിലാണുള്ളത്. ആലത്തൂർ, പാലക്കാട് ജില്ലയിൽ പരക്കാട്ടാവിലാണ് ഉള്ളത്. കാരണം ഇവിടുത്തെ ഈ പുഴയുമായി, ഗായത്രി പുഴയാണിത്. ഈ പുഴയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴേ ഇന്നലെയൊക്കെ ആളുകൾ കണ്ടമാനം തേങ്ങ പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരും ഈ പണി ചെയ്യരുത്. കാരണം ഈ പുഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തേങ്ങ വന്നേക്കാം. പാലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം താഴെയായിരുന്നു, ഇപ്പോൾ പൊന്തിയും കണ്ട നിൽക്കണം. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഇപ്രാവശ്യം തേങ്ങ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ വന്നിട്ടുള്ളത് കേരള എമർജൻസി ടീം മലപ്പുറം ജില്ലയാണ്. ഞങ്ങൾ 14 ജില്ലയിലും അംഗങ്ങളുണ്ട്. ഞങ്ങൾ ഏത് റെസ്ക്യൂവിന് ഏത് സമയത്തും 14 ജില്ലയിലും എത്തിപ്പെടാവുന്ന സംവിധാനം, എല്ലാ സംവിധാനത്തോടു കൂടെയാണ് നമ്മൾ വരുന്നത്. നമ്മളിവിടെ വരുന്നത് പറഞ്ഞാൽ എല്ലാം ഒരാൾക്ക് എന്ത് അപകടത്തിൽപ്പെട്ടാലും രക്ഷാപ്രവർത്തനം നടത്താൻ സർക്കാർ സംവിധാനത്തോടുകൂടെയാണ് നമ്മൾ, സർക്കാർ സംവിധാനം, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവ എല്ലാ സംവിധാനത്തോടുകൂടെയാണ് നമ്മളിത് രംഗത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ആവശ്യങ്ങൾ വരികയാണെങ്കിലും ഈ സാധനങ്ങളൊക്കെ സജ്ജീകരണമാണ്. ഈ സലീം തൊഴിലാളിൻ്റെ വണ്ടി, സലീം പറഞ്ഞ ആൾ ഏത് സമയത്തും ഏത് മഴയാവട്ടെ വെയിലാവട്ടെ, നമ്മൾ മുണ്ടത്തിക്കോട്, അതേമാതിരി വയനാട്, എല്ലാ ഭാഗത്തും പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അംഗങ്ങളൊക്കെ ഏത് സമയത്ത് 3 ദിവസമായി എല്ലാ ജില്ലയിലും നിൽക്കുകയാണ്. ഞാൻ ഇന്നുള്ള പാലക്കാട് ജില്ലയിൽ പിന്നെ പരക്കാട്ടാവ് നമ്മുടെ പുഴപ്പാലാണ് ഈ കാണുന്നത്, പുതിയ പുഴപ്പാലാണ്. അപ്പോൾ ഇത്രയും സ്ഥലത്താണുള്ളത്. നല്ല എന്താ പറയുക, ആരും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം തേങ്ങ പിടിച്ചിട്ടോ ഇനിയൊരു സ്കൂൾ സമയമാണ്, ഞായറാഴ്ചയാണ്, സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാം. കുട്ടികളൊക്കെ ഇവിടെയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് ആരും വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. എത്ര വർഷം ഈ മേഖലയിൽ? ഈ വർഷത്തിൽ ഒരു 10 വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് സലീമിൻ്റെ നമ്പർ, ടെലിഫോൺ നമ്പർ. ഞാൻ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മരം വെട്ട്, കാട് വെട്ട്, തെങ്ങ് വലിച്ചിട്ട് അങ്ങനെയുള്ള വർക്കുകളാണ്. ആ വർക്കിനും കൂടെ ഒപ്പിച്ച് മറ്റുള്ള എല്ലാ സജ്ജീകരണത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, റെസ്ക്യൂ പ്രവർത്തനം നടത്തുകയാണ്.